ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സോഷ്യൽ മീഡിയയിൽ വൈറലായതിന്റെ ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ നിങ്ങളെല്ലാരും വിളിപ്പിച്ചത്. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? കയ്യിന്നിട്. ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടുവേ. നീ ഇവിടെ കിടന്ന് ബഹളം വെച്ചാലൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് കഴിഞ്ഞാ ഒരു പോറൽ വഴിയാതെ വിടാം. അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ എന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് എല്ലാം അറിയാം കൊച്ചേ. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ നിന്നോട് കൊണ്ടുവന്നത്. പിന്നെ നിന്നോട് ചോദിക്കാനുള്ളതേ അവർക്കാ. ആരാ? എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? എന്താ ചോദിക്കാനുണ്ടെന്ന് പറയുന്നത്? നീ ബസ്സിൽ വെച്ച് ഒരു അഭിജിത്തിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ലേ? ചെയ്തു. അതിനെന്താ? അവൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തോണ്ടാ ഞാൻ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേ. കിരൺ, അത് കാണിക്ക്. ഇതിലെവിടെയാണ് അഭിജിത്ത് നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയിരിക്കുന്നത്? നമ്മുടെ റോഡിലൂടെ പോകുന്നൊരു ബസ് ഒരു കുഴിയിലോ ഹമ്പിലോ വീണ അടുത്ത് നിൽക്കുന്ന ആളുടെ ദേഹത്തൊന്ന് തട്ടിയെന്നിരിക്കും. അതൊരു വലിയ തെറ്റായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ അയാളെ ഒരു കുറ്റക്കാരനാക്കിയാല് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയോ? അശ്വതി ഇത്തരം വീഡിയോസ് റീച്ചിന് വേണ്ടിയും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഇടുന്നതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അഭിജിത്ത് ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ സംഭവത്തിന്റെ പേരിൽ അഭിജിത്തിന് എന്ത് സംഭവിച്ചുവെന്ന് അശ്വതിക്കറിയോ? ചെയ്തത് തെറ്റായി പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ അശ്വതി തയ്യാറാവണം. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഞാൻ ഇനി എങ്ങനെ തിരുത്താനാ? അതിനൊക്കെ വഴിയുണ്ട്. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാ മതി, അതുപോലെ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ വൈറലായതിന്റെ ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ നിങ്ങളെല്ലാരും വിളിപ്പിച്ചത്. ബസ്സിലും തിരക്കുള്ള സ്ഥലങ്ങളിലും പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. എനിക്കും പല സമയത്തും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെനിക്ക് എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന ചിന്ത എനിക്കുണ്ടായത്. അപ്പോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം റിയൽ ഇഷ്യൂ ആണെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, എനിക്കിത്തരം അനുഭവം ഉണ്ടായ സമയത്ത് എനിക്കതൊന്നും കൃത്യമായി ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് അവസരം കിട്ടിയ സമയത്തൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് മാനസികമായ സമാധാനത്തിനപ്പുറം സാമ്പത്തികമായ ലാഭവും ഉണ്ടായി. അപ്പോഴാണ് ഇത്തരം വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ സ്ഥിരമാക്കിയത്. ചില സമയങ്ങളിൽ ഞാൻ ചെയ്ത വീഡിയോസ് 100% സത്യമായിരുന്നില്ല. അങ്ങനെ ഒന്നാണ് അഭിജിത്തിന്റെ വീഡിയോ.
ബസ്സിലെ തിക്കിലും തിരക്കിലും യാദൃശ്ചികമായി ഉണ്ടായ തട്ടലും മുട്ടലും ഞാൻ മനഃപൂർവ്വം എന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തു. അതിലൂടെ അഭിജിത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. പിന്നീട് അഭിജിത്തിന് അനുഭവിക്കേണ്ടി വന്ന ട്രോമ മനസ്സിലാക്കിയപ്പോ എല്ലാ സത്യവും തുറന്നു പറയാന്ന് കരുതി. ഇങ്ങനൊരു പ്രസ് മീറ്റിലൂടെ നിങ്ങൾ ചെയ്ത തെറ്റിന് പരിഹാരമായെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിച്ചു. പരിഹാരമായി മാപ്പ് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ. അത് അഭിജിത്തിനോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ അയാൾ അനുഭവിച്ച നാണക്കേടിന് ഒരിക്കലും പരിഹാരമാവില്ല. അതാണ് നിങ്ങളെ എല്ലാവരും വിളിച്ചു വരുത്തി നിങ്ങൾക്ക് മുന്നിൽ വെച്ച് അഭിജിത്തിനോട് മാപ്പ് പറയുന്നത്. ഐ എം റിയലി സോറി അഭിജിത്ത്. നിങ്ങൾ ഇനിയും ഇത്തരം വീഡിയോസ് പോസ്റ്റ് ചെയ്യോ? ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യൂ. ഞാൻ കാരണം ഇനി ആർക്കും ഒരു മോശവും ഉണ്ടാവില്ല. ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടായ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ മാപ്പ് പറയുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അങ്ങനെ അങ്ങ് നിർത്തിയാലോ? ഞങ്ങൾക്ക് കുറച്ചു കാര്യങ്ങളോട് അറിയാനുണ്ട്. സോറി, എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ കാരണം ഇനി ഒരാളും വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇങ്ങനൊരു മാപ്പ് കുറച്ചിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ അനുഭവിച്ചതിന് ഇതൊരു പരിഹാരമല്ല. എങ്കിലും ഇനിയുള്ള ആളുകൾക്കെങ്കിലും ഇങ്ങനൊരു വിധി വരാതിരിക്കാൻ എന്റെ ഇഷ്യൂ ഒരു കാരണമാകുമെങ്കിൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ. നിയമ നടപടിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? നിയമ നടപടി തേടിയതുകൊണ്ടോ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടോ എനിക്ക് സംഭവിച്ചൊന്നും ഇല്ലാതാവുന്നില്ല. ശരിക്കും നിങ്ങൾ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ആളല്ലേ നിങ്ങളും? പണത്തിന് റീച്ചിന് വേണ്ടി നിങ്ങളും ആ പെൺകുട്ടി ഒത്തുകളിച്ചാണെന്ന് ഞങ്ങൾ പറഞ്ഞ സ്റ്റോപ്പ് ഇറ്റ്. ആ പെൺകുട്ടി ചെയ്തതിനേക്കാൾ വലിയ ക്രൂരതയാ നിങ്ങളിപ്പോ അഭിയോട് ചെയ്യുന്നേ. ഒരു പ്രോബ്ലത്തിൽ നിന്നും ഓവർകമായി വരുന്ന ഒരാളെ മാനസികമായി തകർക്കാനാ നിങ്ങളിപ്പോ നോക്കുന്നേ. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പല രീതിയിലായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്.